എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പഠിതാക്കളെ നമസ്കാരം. നിങ്ങളെല്ലാവരും എൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ബി വെർബായിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് പഠിച്ചു. അതിന് പ്രത്യേക ഒരു ഘടനയുള്ളതാണെന്ന് മനസ്സിലാക്കി. പക്ഷെ അത് കുറച്ചും കൂടി ആഴത്തിൽ അതിനെക്കുറിച്ച് പഠിച്ചാൽ മാത്രമേ നമുക്ക് നല്ല വാചകങ്ങൾ എഴുതാൻ കഴിയുള്ളൂ. അപ്പം അതിനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ ക്ലാസ്സിൻ്റെ തുടക്കത്തിൽ തന്നെ എനിക്ക് നിങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്താനുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഞാൻ തന്നെ 36 37 കൊല്ലം വരയിച്ച ഒരു പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെൻ്റെ ഒരു സുഹൃത്താണ് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ആ പുസ്തകം പലരും എന്നോട് ചോദിച്ചു, അതിൻ്റെ കോപ്പികൾ കിട്ടാനുണ്ടോ. അപ്പോൾ ഞാൻ അതൊന്ന് പുനഃപ്രസിദ്ധീകരിക്കാനായിട്ട് തീരുമാനിച്ചു. അപ്പോൾ അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒരു അഡ്രസ്സും ഫോൺ നമ്പറും തരാം. അപ്പോൾ ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ പുസ്തകം നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്ത ഒരു വിദ്യാർത്ഥി, അതിൻ്റെ നിലവാരം അറിയണമെങ്കിൽ ഒരു പ്രോണോവിൻ്റെ അർത്ഥം അറിയാത്തൊരു വിദ്യാർത്ഥി, അത് ഹിസ് ഹെർ, അതിൻ്റെ ഒന്നും അർത്ഥം അറിയില്ലേ, ഈ പുസ്തകം മാത്രം പഠിച്ചിട്ട് ആ വിദ്യാർത്ഥിക്ക് സ്വന്തമായിട്ട് വാചകം എഴുതാനും ഇംഗ്ലീഷ് വായിച്ച് മനസ്സിലാക്കാനും സംസാരിക്കാനും കഴിയുന്ന ഒരവസ്ഥയിൽ എത്തി. അതുകൊണ്ട് ഈ തരത്തിലുള്ള വിദ്യാർത്ഥികൾ ഇത് പ്രയോജനം ചെയ്യാൻ വളരെ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പുസ്തകം ആവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫോൺ നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് വിട്ടാൽ മതി. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ബിയുടെ വിവിധ രൂപങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം. മാത്രമല്ല, അത് പ്രയോഗിച്ച് അത് നമുക്ക് അനായാസം നമുക്ക് വാചകങ്ങളിൽ അവ ഉപയോഗിക്കാനും കഴിയണം. അതുപോലെ പഠിക്കണം. അപ്പോൾ ഞാൻ വിവിധ രൂപങ്ങൾ കുറച്ച് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. കാരണം ആം, ഈസ്, ആർ ആകുന്ന അറിയാം, വാസ്, വെർ ആയിരുന്നു, വിൽ ബി, ഷാൽ ബി ആയിരിക്കും, ഹാസ്, ഹാവ് ബീൻ ആയിട്ടുണ്ട്, ഹാഡ് ബീൻ ആയിട്ടുണ്ടായിരുന്നു, വിൽ ഹാവ് ബീൻ ആയിട്ടുണ്ടാകും, മേ ബി ആയിരിക്കാം, ആകാം, ഷുഡ് ബി ആയിരിക്കണം, ക്യാൻ ബി ആയിരിക്കാൻ കഴിയും, നീഡ് ബി ആയിരിക്കേണ്ടതുണ്ട്, വുഡ് ബി ആകും, ആയിരിക്കും, ആകുമായിരുന്നു, കുഡ് ബി കഴിയും, കഴിയുമായിരുന്നു എന്നൊക്കെയുള്ള ഇത് ബിയുടെ വിവിധ രൂപങ്ങളാണ്. അത് നിങ്ങൾ ബൈഹാർട്ടാക്കണം. ഇത് ബൈഹാർട്ട് വെറുതെ പഠിച്ച് ഞാൻ കൺഫ്യൂഷനാവും. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു വാചകം പഠിപ്പിച്ചാൽ ആ വാചകത്തിൽ ഇതൊക്കെ പ്രയോഗിച്ച് ഇത് മനസ്സിൽ ഉറയ്ക്കണം. ഒരു സ്പ്ലിറ്റ് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കത് പറയാൻ പറ്റണം, ഉപയോഗിക്കാൻ കഴിയണം, പ്രയോഗിക്കാൻ കഴിയണം. ആലോചിക്കാനൊന്നും നേരമില്ല. അത് ആലോചിക്കാൻ നേരം സമയമെടുക്കാതെ പറയാൻ പറ്റണം. അപ്പോൾ എങ്ങനെയാണ് പഠിക്കാൻ ചെല്ലുമ്പോൾ നോക്കുക, അവൻ എൻജിനീയർ ആണ് എന്നൊരു പഠിച്ചു എന്നിരിക്കും. ഒരു വാചകം നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഇങ്ങനെ വേറെ ഇങ്ങനെ അവൻ എൻജിനീയർ ആയിരുന്നു, ഹി വാസ് എൻജിനീയർ എന്ന് മാറ്റി പറഞ്ഞു നോക്കുക. അതുപോലെ അവൻ എൻജിനീയർ ആയിരിക്കും, അവനായിരിക്കും എൻജിനീയർ, ഹി വിൽ ബി എൻജിനീയർ. അതേപോലെ തന്നെ അവൻ എൻജിനീയർ ആയിരിക്കാം. അപ്പം എങ്ങനെ പറയുക, അവനായിരിക്കാം എൻജിനീയർ. ആയിരിക്കാം എന്നുള്ളതിനെ പറയും നമുക്ക് മേ ബി, ഹി മേ ബി എൻജിനീയർ. അവർ ബിയുടെ സ്ഥാനത്ത് മേ ബി ഉപയോഗിക്കുക. അവൻ എൻജിനീയർ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വരിക, അവനായിരിക്കണം എൻജിനീയർ. ഹി ആയിരിക്കണം എന്താണ്,
ഷുഡ് ബി, ഹി ഷുഡ് ബി എഞ്ചിനീയർ. അവന് എഞ്ചിനീയർ ആയിരിക്കാൻ കഴിയുമായിരുന്നു. അപ്പൊ എങ്ങനെയാ വരിക? അവന് കഴിയുമായിരുന്നു എഞ്ചിനീയർ ആകാൻ കഴിയുമായിരുന്നു. അപ്പോൾ ഈ കുഡ് ബി എഞ്ചിനീയർ, ഈ കുഡ് ബി എഞ്ചിനീയർ, അങ്ങനെയൊക്കെ നമ്മൾ മാറ്റി മാറ്റി എഴുതി പഠിക്കുക, അങ്ങനെ ഇത് ഉറപ്പിക്കുക. മനസ്സിലായ? എന്നാലാണ് അതിൻ്റെ പ്രയോജനം നമുക്ക് കിട്ടുള്ളൂ. അതൊന്ന് പറഞ്ഞെന്ന് മാത്രം. അപ്പം നമുക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ ബി വരുന്ന വാചകങ്ങളുടെ ഘടന, സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ട്. ആദ്യം വിഷയത്തെ സൂചിപ്പിക്കുന്ന അഥവാ സബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാം അല്ലേ? അത് ഒരു ചെറിയ നൗണാവാം, ഒറ്റ വാക്ക്, കുട്ടികൾ എന്നാവാം. സബ്ജക്റ്റായിട്ട് കുട്ടികൾ, ഉദാഹരണം പറയുകയാണെങ്കിൽ കുട്ടികൾ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ്. കുട്ടികൾ വിദ്യാഭ്യാസം സിദ്ധിച്ചവരാണ്. അതിലെ സബ്ജക്റ്റ് എന്താണ്? കുട്ടികളാണ്, ചിൽഡ്രൻ. അതിങ്ങനെയും പറയും, ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ കർഷകരുടെ മക്കൾ വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ടവരാണ്, അങ്ങനെയും പറയാം. അപ്പൊ അതിൽ സബ്ജക്റ്റ് വിഷയം ഏതാ? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ കർഷകരുടെ മക്കൾ. അത്രയും വലുതാണ്, അങ്ങനെയും പറയാം. അതിൽ വിഷയം അത് ആരെക്കുറിച്ച് പറയുന്നത്? മക്കളെ. ഏത് മക്കളെ? ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ കർഷകരുടെ മക്കൾ വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ടവരാണ്. അപ്പോൾ സബ്ജക്റ്റ് ഉരുവാക്കുക. നേരത്തെ ചിൽഡ്രൻ എന്ന് മാത്രമാണെങ്കിൽ രണ്ടാമത് പറഞ്ഞതിൽ സബ്ജക്റ്റ് എത്രയുണ്ട്? ഒരുപാട് നീളമുള്ളതാണ് അല്ലേ? അപ്പോൾ ആദ്യത്തെ എങ്ങനെ ഇംഗ്ലീഷ് പറയാം? മക്കൾ വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ടവരാണ്. എങ്ങനെ എഴുതാം? മക്കൾ, ചിൽഡ്രൻ. വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ട എഡ്യൂക്കേറ്റഡ് ആകുന്നുള്ളതിന് ഈസ്. അപ്പം നമുക്കറിയാൻ ക്രമം, മക്കളാകുന്നു വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ട അല്ലേ? അപ്പം എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് വരിക? ഹി ഈസ്, അല്ല, ഹീനെ തെറ്റി പറഞ്ഞു. ചിൽഡ്രൻ ആർ എഡ്യൂക്കേറ്റഡ്. അതേ സംബന്ധിച്ച് ഇതിൻ്റെ രണ്ടാമത്തെ വാചകം ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ കർഷകരുടെ മക്കൾ വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ടവർ ആകുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിൽ സബ്ജക്റ്റ് ഏതാ? ആദ്യം എങ്ങനെയാണ് ക്രമം വരെ? അതായത് ഇന്ത്യയുടെ ഗ്രാമങ്ങളിലെ കർഷകരുടെ മക്കൾ, അത് പറയുന്ന സബ്ജക്റ്റ്. അത് കഴിഞ്ഞിട്ട് എന്താ വരിക? ആണ് അല്ലെങ്കിൽ ആകുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ വരിക? വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ട എഡ്യൂക്കേറ്റഡ് അല്ലേ? അപ്പൊ എങ്ങനെയായിരിക്കും ഇംഗ്ലീഷ് പറയുക? ദി ചിൽഡ്രൻ ഓഫ് ദി ഫാർമർ ഇൻ ദ വില്ലേജസ് ഓഫ് ഇന്ത്യ. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അപ്പൊ അത്രയും കഴിഞ്ഞു. അപ്പൊ എന്തായി അതിൻ്റെ ഇത്? ഏതിൻ്റെ വരെ തർജ്ജമ? സബ്ജക്റ്റിൻ്റെ തർജ്ജമ കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ എന്താ വരിക? ആണ്, ആർ. ഈ വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ട എഡ്യൂക്കേറ്റഡ്, അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. സബ്ജക്റ്റ് എന്തായിട്ട് വരും എന്ന് നമ്മൾ കണ്ടു. അതൊരു നൗൺ വരാം, വളരെ നീളമുള്ള ഒരു നൗൺ ഫ്രേസ് വരെ വരാം എന്ന് മനസ്സിലായി. അത് കഴിഞ്ഞാൽ എന്ത് വരും? ബിയുടെ ഏതെങ്കിലും രൂപം, ഈസ്, ആം, ആർ, വാസ്, വേർ, ഇതിലേതെങ്കിലുമൊക്കെ വരാം. അത് കഴിഞ്ഞാൽ എന്ത് വരാം? വേറൊരു നൗണോ ഒരു നൗൺ ഫ്രേസോ. അപ്പോൾ ഹീസ് എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അവൻ എഞ്ചിനീയർ ആണ്. അവിടെ വന്നത് എന്താണ്? എഞ്ചിനീയർ ആണ് വിശദീകരണമായിട്ട് വന്നത് അല്ലേ? അപ്പോൾ നൗണായിരിക്കും. അല്ലെങ്കിൽ എന്താകാം? ഒരു അഡ്ജക്റ്റീവ് ആവും. കുട്ടികൾ വിദ്യാഭ്യാസം സിദ്ധിക്കപ്പെട്ടവരാണ്, ചിൽഡ്രൻ ആർ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുമ്പോൾ അതിൽ അഡ്ജക്റ്റീവ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഘടന നമ്മൾ രണ്ടും പഠിച്ചു കഴിഞ്ഞത് ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്തു. അതെന്താണ്? ഒരു സബ്ജക്റ്റായിട്ട് ഒരു NP,
വെർബായിട്ട് ബി, പിന്നെ എക്സ്പ്ലനേഷനായിട്ട് ഒരു നൗൺ അല്ലെങ്കിൽ നൗൺ ഫ്രേസ്, അല്ലെങ്കിൽ എന്ത് വരാം, ഒരു അഡ്ജക്റ്റീവ്. ഇതാണ് എന്ന് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോണത് എന്താണെങ്കിൽ ഈ ബിക്ക് തുല്യമായവയാണ് ഇവയെല്ലാം. ബിക്ക് തുല്യമായ അല്ലെങ്കിൽ സമാനമായ, അതാണ് കുറച്ചും കൂടി നല്ല വാക്ക്. അതായത് ബി എന്നുവെച്ചാൽ ആകുക, ആയിരിക്കുക എന്നാണെങ്കിൽ ബിക്കം എന്ന് പറഞ്ഞാൽ ആയിത്തീരുക. ഏകദേശം അതുപോലെ ഒരു അർത്ഥമല്ലേ? ചെറിയ വ്യത്യാസമുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ വിവേചിച്ച് തരാം. അത് നമുക്കൊന്ന് വിശകലനം ചെയ്ത് പഠിച്ചാൽ അത് ചെറിയ വ്യത്യാസം മനസ്സിലാവും. വെരി സ്ലൈറ്റ് വ്യത്യാസം തമ്മിലുള്ളൂ. ഫീൽ തോന്നുക, കീപ് സൂക്ഷിക്കുക, പാലിക്കുക, ഗോ പോകുക അല്ലെങ്കിൽ തീരുക എന്നൊക്കെ ഒരു അർത്ഥത്തിൽ കേട്ടോ. ആ അർത്ഥത്തിൽ പോകുക, നടക്കുക എന്ന അർത്ഥത്തിലല്ല, ഒരു തീരുക എന്ന അർത്ഥത്തിൽ. ലുക്ക് കാണപ്പെടുക, അപ്പിയർ അതും കാണപ്പെടുക എന്ന അർത്ഥത്തിൽ. സീം കാണപ്പെടുക, സൗണ്ട് കേൾക്കുക, സ്മെൽ മണക്കുക, ടേസ്റ്റ് രുചിക്കുക, റിമെയിൻ നിലകൊള്ളുക, സ്റ്റേ നിലകൊള്ളുക. ഈ വാക്കുകളും ഇതുപോലെ കുറച്ചും കൂടിയൊക്കെ ഉണ്ട്. ഞങ്ങൾ ഒരു സാമ്പിളായിട്ട് കുറച്ച് എഴുതുന്നുള്ളൂ. പക്ഷെ വളരെ അധികമൊന്നുമില്ല. ഒരു 10-50 താഴേക്ക് വരണമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. നമുക്ക് അത്യാവശ്യമുള്ളത് 10-20 താഴെയുള്ളൂ. അത്യാവശ്യം പഠിച്ചിരിക്കേണ്ടത് വൈഹാർട്ട് പഠിച്ചതിന് 10-20 ഉള്ളൂ. ഇതും ബിക്ക് തുല്യമായിട്ട് വരുന്ന ക്രിയകളാണ്. ബിക്ക് തുല്യമായിട്ട് ക്രിയകളാണ് എന്ന് വെച്ചാൽ ബിയുടെ പോലെ തന്നെ ഇതും ഉപയോഗിക്കാം എന്നർത്ഥം. ഓക്കെ, ബി എങ്ങനെയാണ് ബിക്ക് ഉള്ള വാചകങ്ങളുടെ ഘടനയും ഇത് തന്നെ. ഇത് ക്രിയയായിട്ട് വരുമ്പോൾ അതും ബിയുടെ തന്നെ സ്ട്രക്ചറുള്ള വാചകങ്ങൾ ആയിരിക്കണം. അപ്പൊ ഇത് തുല്യമാണ് എന്നതുകൊണ്ട് ഈ വാക്കുകൾ വെർബായിട്ട് വരുന്ന ക്രിയകളുടെ സ്ട്രക്ചർ, അതായത് ബിക്ക് ഈക്വലന്റ് ആണല്ലോ. അതായത് അതായത് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് ഒരു വിശദീകരിക്കാനാണ് ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അത് ഏകദേശം ബിക്ക് സമാനമായ അർത്ഥമാണ് ഉള്ളത്. എന്തുകൊണ്ട് ഈ ടൈപ്പ് വാചകങ്ങൾക്കും ഇത് തന്നെയാണ് ഉള്ളത്. അപ്പൊ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാറ്റിയ സ്ഥലസ്ഥാനത്ത് ഞാൻ ബിയുടെ അർത്ഥം എഴുതിയിട്ടുണ്ട്. ബി എന്താകുക, ആയിരിക്കും എന്നൊക്കെ അറിയുന്നതാണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യാനായിട്ട് എഴുതിയതാണ്. ബിക്കം ആയിത്തീരുക. നിങ്ങൾ നോക്കിയാൽ ചെറിയ വ്യത്യാസമുള്ളൂ അല്ലേ? ആകുക, ആയിരിക്കുക എന്നിട്ട് തമ്മിൽ ചെറിയ വ്യത്യാസമുള്ളൂ. ഏകദേശം ഒരുപോലെ തോന്നിക്കുകയും ചെയ്യും. എന്താണ് ആ വ്യത്യാസം? ആ സ്ലൈറ്റ് ഡിഫറൻസ് ഉള്ളൂ. അതെങ്ങനെ മനസ്സിലാക്കുക? ആകുക, ആയിത്തീരുക. രാജു എഞ്ചിനീയർ ആണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ളതാണ്. ഇത് രാജു എഞ്ചിനീയർ ആയിത്തീരുന്നു, അവ എഞ്ചിനീയർ ആകുന്നു. അതിപ്പോൾ പ്രസന്റിലുള്ളതാണ്. എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം? ഇത് ആണെന്നുള്ളത് ഇതില് ഒരു മാറ്റമില്ല. എഞ്ചിനീയർ ആണെന്നുള്ളത് സ്ഥിരമായ ഒരു എഞ്ചിനീയർ ആണ്. അതിലൊരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റമില്ല. മറ്റേത് എഞ്ചിനീയർ മുമ്പ് ആയിരുന്നില്ല, അതിൽ നിന്ന് അങ്ങോട്ട് ഇതില് എഞ്ചിനീയർ ആണെന്നുള്ളൊരു ഇതില്ല, ഒരു മാറ്റം അതിൽ കാണുന്നില്ല. ഇതിലങ്ങനെയല്ല. എഞ്ചിനീയർ ആയിത്തീരുന്നു വെച്ചാൽ എഞ്ചിനീയർ ആയിരുന്നില്ല, പിന്നീട് ആയിത്തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയർ അല്ലാത്ത ഒരാൾ എഞ്ചിനീയറിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുന്നു, ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു. അപ്പോഴാണ് നമ്മൾ ആയിത്തീരുക എന്ന് പറയാം. ഒന്നുകൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നോക്കുക, ധീരുഭായ് അംബാനി പണക്കാരനാണ്, അല്ലെങ്കിൽ ധീരുഭായ് അംബാനി പണക്കാരനാണ് എന്ന് പറയുമ്പോൾ എന്താ അവൻ പണക്കാരനാണ്, അത് കുഴപ്പമില്ല. നമ്മൾ മറ്റൊരു വാചകം കൂടി നോക്കിയാൽ അതൊന്നുകൂടി ക്ലിയർ ആവും. അപ്പൊ അത് ചുവപ്പ് അക്ഷരത്തിൽ എഴുതിയ വാചകം നോക്കുക. എന്താണത്? ഒന്നാമത്തെ മുകേഷ് പണക്കാരനാണ്. എന്താർത്ഥം? മുകേഷ് ഇപ്പൊ പണക്കാരനാണ്. അപ്പൊ അതിലൊരു ചേഞ്ച്
നമുക്ക് അനുഭവപ്പെടുന്നില്ല. പറയുമ്പോൾ ഒരു മാറ്റം. മുമ്പ് പണക്കാരനായിരുന്നില്ല എന്നുള്ള ധ്വനിയൊന്നും അതിലില്ല. മുകേഷ് പണക്കാരനാണെന്ന് പറയുമ്പോൾ മുകേഷ് പണമുള്ളവനാണ്. മുമ്പ് പണക്കുള്ളവനാണോ അല്ലയോ നമുക്കറിയില്ല. ഇപ്പൊ പണക്കാരനാണ്. പക്ഷെ ഇതിൽ വായിച്ചെങ്ങനെയാ ധിരുഭായ് പണക്കാരനായി തീരുന്നു. ഇപ്പൊ ഇവിടെ ആയി തീരുകയാണ് ചെയ്യുന്നത്. ധിരുഭായ് പണക്കാരനായി തീരുന്നു എന്ന് വെക്കുമ്പോൾ എന്തർത്ഥം? ആ പണക്കാരനല്ലാത്ത ഒരാളാന്നൊരു ധ്വനി നമുക്ക് കിട്ടി. പിന്നീട് അതിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു, പരിവർത്തനപ്പെടുകയാണ്, പരിണമിക്കുകയാണ്. എന്തായിട്ട് ഒരു മാറ്റം അതിലുണ്ടാകുവാണ്. ഒരു മാറ്റം കൂടി എക്സ്പ്രസ് ചെയ്ത് പറയുമ്പോഴാണ്, ഒരു ചേഞ്ചും കൂടി എക്സ്പ്രസ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മൾ ആയിത്തീരുക എന്ന് പറയുക, അല്ലേ? ഇപ്പോൾ ഐസ് വെള്ളമാകുന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം? ഐസും വെള്ളം ഒന്നാന്നൊരു തോന്നൽ വരും നമുക്ക്, അല്ലേ? ഐസ് വെള്ളമാകുന്നു. ഐസ് വെള്ളമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ ഐസ് ഒരു മാറ്റം വരുമ്പോഴാണ് വെള്ളമാകുന്നത്, അല്ലേ? അപ്പൊ ഐസ് മാറി വെള്ളമാകുന്ന അർത്ഥം അതിൽ വരുന്നത്. അപ്പൊ ആയിത്തീരുക എന്നുള്ളതും ആകുക എന്നുള്ളതും ചെറിയ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പൊ അത് ഇംഗ്ലീഷിലായിരുന്നപ്പോൾ എങ്ങനെയായിരിക്കും? അപ്പോൾ രണ്ടിൻ്റെയും സ്ലൈറ്റ് വ്യത്യാസമുള്ളത് കൊണ്ട് വാചകക്രമം രണ്ടിൻ്റെയും ഒന്നാണ്. ഇതിലെങ്ങനെ രാജു ഈസ് എഞ്ചിനീയർ എന്നുള്ളത് ഇംഗ്ലീഷ് വരുമ്പോൾ ഒന്ന് എന്താണെന്നറിയോ? നിങ്ങൾ പറഞ്ഞ രാജു ഈസ് എഞ്ചിനീയർ. രാജു എഞ്ചിനീയർ ആയി തീരും എന്ന് പറഞ്ഞാൽ അതിന്റെ ക്രമം അത് തന്നെയാണ്. രാജു, അത് കഴിഞ്ഞിട്ട് ഈസ്, അത് കഴിഞ്ഞിട്ട് എഞ്ചിനീയർ. അതേ ക്രമം തന്നെ രണ്ടാമത്തെ വാക്കിന് വരിക. രാജു എഞ്ചിനീയർ ആയിത്തീരുന്ന രാജു ആയിത്തീരുന്നു എഞ്ചിനീയർ. രാജു ബിക്കംസ് എഞ്ചിനീയർ. അങ്ങനെയാണ്. ഞാൻ പിന്നീട് ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെ എഴുതാം. രണ്ട്, മുകേഷ് പണക്കാരനാണ്. മുകേഷ് ആകുന്നു പണമുള്ള. അങ്ങനെയല്ലേ എഴുതുക ഇംഗ്ലീഷ്? ഇത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അഡ്ജക്റ്റീവ് എഴുതുക. അപ്പോൾ മുകേഷ് ഈസ് റിച്ച്. മുകേഷ് ഈസ് റിച്ച്, പണമുള്ള. ഒരു മുകേഷ് പണമുള്ളവനാകുന്നു. ധിരുഭായ് പണക്കാരനായിത്തീരുന്നു എന്ന് വെച്ചാൽ ധിരുഭായ് പണമുള്ളവനാകുന്നു എന്നർത്ഥം. അപ്പൊ ഇംഗ്ലീഷിലാക്കുമ്പോൾ എങ്ങനെ എഴുതാം? ധിരുഭായ് ആകുന്നു പണമുള്ള. അങ്ങനെ വരിക. ധിരുഭായ് ആയിത്തീരുന്നു. അപ്പൊ എങ്ങനെ വരിക? നേരത്തെ പറഞ്ഞ തെറ്റിൻ്റെ ധിരുഭായ് ആയിത്തീരുന്നു പണമുള്ള. അപ്പോൾ പണമുള്ളവൻ, അത് പണക്കാരൻ എന്നർത്ഥം വരും. പിന്നെ ധിരുഭായ് ബിക്കംസ് റിച്ച് എന്നായിത്തീരുന്നു. രണ്ടും ഞാൻ ട്രാൻസ്ലേഷൻ എഴുതിയിട്ട് അപ്പം ഒന്നുകൂടിയും ക്ലിയർ ആവും. ഓക്കെ. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം തർജ്ജമ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് രാജു എഞ്ചിനീയർ ആണ് എന്നുള്ളത്, രാജു ഈസ് എഞ്ചിനീയർ. രാജു എഞ്ചിനീയർ ആയിത്തീരുന്നുള്ള എൻ്റെ തർജ്ജമ രാജു ബിക്കംസ് എഞ്ചിനീയർ. മുകേഷ് പണമുള്ളവനാണ് എന്നുള്ള തർജ്ജമ മുകേഷ് ഈസ് റിച്ച്. ധിരുഭായ് പണമുള്ളവനായിത്തീരുന്നു, ധിരുഭായ് ബിക്കംസ് റിച്ച്. അങ്ങനെയൊക്കെ എഴുതി ഇട്ടിട്ടുണ്ട്. അതെനിക്ക് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇതിന് മനസ്സിലായി ബീഡ പോലെ ഉപയോഗിക്കുന്ന ഒരു ക്രിയയ്ക്ക് അത് ചേർന്നുണ്ടാകുന്ന ഒരു വാചകത്തിന് ഇതേ ഘടനയായിരിക്കുന്നു. മനസ്സിലായല്ലോ. ബീഡ പോലെ ഒരു ക്രിയയായിട്ട് വരുന്ന, വെർബായിട്ട് വരുന്ന ഒരു ഇംഗ്ലീഷ് വാചകത്തിൽ എന്തായിരിക്കും അതിൻ്റെ സ്ട്രക്ചർ? ആ വാചകം ഉണ്ടാകുക ഇത് ബീഡ അതേ സ്ട്രക്ചർ ആയിരിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ ബിക്കമിൻ്റെ പ്രയോഗം നമ്മൾ മനസ്സിലാക്കി. അത് ഏതാണ്ട് ബിക്ക് തുല്യമാണെന്ന വസ്തുവിനെ നമ്മൾ മനസ്സിലാക്കി. ഒരു ചെറിയ വ്യത്യാസം തമ്മിൽ ഉണ്ട് എന്ന കാര്യം നമുക്ക് അറിയുകയും ചെയ്യാം, അല്ലേ? ബി എന്ന് പറഞ്ഞാൽ ആകുക എന്ന് മാത്രമാണെങ്കിൽ മറ്റേന് ഒരു കാര്യം മാറിയിട്ട് ആകുക എന്ന് പറയുന്നത്, മാറിയിട്ട് ആയിത്തീരുക. അത് നമുക്ക് ക്ലിയർ ആയല്ലോ. അപ്പോൾ അത് ക്ലിയർ ആയ നിലയ്ക്ക് നമുക്ക് ഇതുപോലെ വേറെ ചില വാക്കുകളുണ്ട്. ഫീല്, കീപ്പ്, ഗോ, ലുക്ക്, അപ്പിയർ, സീം, സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്, റിമൈൻ, സ്റ്റേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ബിക്കമിനോട് അടുത്ത് നിൽക്കുന്ന വാക്കുകളാണ്. അത് ബിക്ക് ഏതാണ്ട് സമാനമായിട്ടുള്ള വാക്കുകളാണ് അത്. അപ്പോൾ ആ വാക്കുകളൊക്കെ നമ്മൾക്ക് നന്നായി പഠിച്ചിരിക്കണം. അതിൻ്റെ അർത്ഥം, അതിൻ്റെ പ്രയോഗവും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കണം.
അതായത് ബിക്ക് തുല്യമാണ്. അതുകൊണ്ട് തന്നെ വാചകത്തിൻ്റെ ഘടന അതുപോലെ തന്നെ ആയിരിക്കും. മനസ്സിലായ? അപ്പോൾ ഈ വാക്കുകൾക്ക് എന്താ വെച്ചാൽ സ്ലൈറ്റ് ഡിഫറൻസുകൾ ഉണ്ട് താനും. അത് നമ്മൾ നല്ലവണ്ണം മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നല്ല പോലെ വാചകങ്ങൾ നമുക്ക് പ്രയോഗിക്കാൻ കഴിയും. കാരണം വാചകങ്ങൾക്ക് വളരെയധികം ശക്തിയുള്ളതാണ്, നമുക്കറിയാം അല്ലേ? അപ്പോൾ അത് പ്രയോഗിക്കുമ്പോൾ വളരെയധികം കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി നമ്മൾ വാചകങ്ങൾ പ്രയോഗിക്കണം. വാചകം എന്ന് പറഞ്ഞാൽ വചനം എന്നും അർത്ഥമുണ്ട്. അപ്പം നിങ്ങൾ ചില പള്ളിയുടെ മതിൽക്കെട്ടുകളൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണാം, വചനം ദൈവമാകുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതി വച്ചിരിക്കാൻ കാരണം? വചനത്തിന് അത്രയധികം ഒരു ദൈവിക ശക്തി പോലെ ശക്തിയുണ്ട് എന്നാണ് അവർ പറയുന്നത്. എനിക്ക് ആദ്യം ഞാനത് നിസ്സാരവൽക്കരിച്ച് നടന്നിരുന്നു, എന്തപ്പോൾ ഇങ്ങനെ എഴുതി വച്ചേക്കണമെന്ന്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അതിന് വളരെ ഗഹനമായ അർത്ഥമുണ്ട്. വചനം ദൈവം തന്നെയാണെന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വാചകങ്ങൾ അഥവാ വചനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലാരിറ്റിയോടും കൂടി കൃത്യതയോടും കൂടി സൂക്ഷ്മതയോടും കൂടി പ്രയോഗിക്കണം. കാരണം ഈ വചനങ്ങൾക്ക് അല്ലെങ്കിൽ വാചകങ്ങൾക്ക് വളരെയധികം കഴിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് കടന്നു ചെന്ന് അവിടെ പല മാറ്റങ്ങൾ വരുത്തുവാൻ, പല വികാരങ്ങൾ ഉണ്ടാക്കുവാൻ, വികാരക്ഷോഭങ്ങൾ ഉണ്ടാക്കുവാൻ ഒക്കെ കഴിയുന്നതാണത്. കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ വചനങ്ങൾ വളരെ സൂക്ഷിച്ചുപയോഗിക്കണം. ഈ ഒരാളെ ചിരിപ്പിക്കണമെങ്കിൽ എന്താ വഴി? ഞങ്ങളൊരു ഒരു തമാശ ചോദിക്കുന്നു, എന്താണ് വഴി? നമ്മൾ പല വഴിയുണ്ട് ഇല്ലേ? നമ്മൾ ആളെ സന്തോഷിപ്പിച്ചാൽ ആൾ ചിരിക്കും. പിന്നെ എങ്ങനെ ചിരിക്കും? ഒരാൾ തമാശ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിരിക്കും. പിന്നെയും നമുക്ക് ചില ആളെ ചിരിപ്പിക്കാനൊക്കെ കഴിയും. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ രണ്ട് കേസിലും എങ്ങനെയാണ് ചിരിക്കുന്നത്? കാരണം എന്താ? അത് അവർക്ക് ഒരു എന്താ സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ചിരിക്കുന്നത് അല്ലേ? ഇഷ്ടമില്ലാണ്ടും ചിരിക്കാം. എങ്ങനെയാണെന്ന് അറിയാൻ പറ്റുമെങ്കിൽ ഒരാളെ കിളിയാക്കി കഴിഞ്ഞാൽ അയാൾ ചിരിക്കുക, ഇഷ്ടമില്ലാണ്ടും ചിരിക്കും അല്ലേ? അപ്പോൾ 3 തരത്തിൽ നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് മനസ്സിലായല്ലോ ഇല്ലേ? ഇനി നോക്കുക, ഇത് നമുക്ക് ഇതേ പ്രക്രിയ, അതായത് ഒരു ചിരിപ്പിക്കുന്ന പ്രക്രിയ വാചകങ്ങളിൽ കൊണ്ട് നമുക്ക് സാധ്യമാണ് അല്ലേ? അത് എനിക്ക് അനുഭവം ഉണ്ടായപ്പോൾ എനിക്കത് കൃത്യം വ്യക്തമായി. അത് ഞാനൊരു കല്യാണ വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടെ കുറേ ലേഡീസ് ഇരിക്കുന്നുണ്ട്, പല പ്രായത്തിലുള്ളത്. അപ്പോൾ ഒരു നല്ല ഭംഗിയിൽ ഒരു പ്രത്യേകതരം മോഡൽ ഡ്രസ്സ് ധരിച്ചൊരു പെൺകുട്ടി വരുന്നു. ഇത് കണ്ടപ്പോൾ കുറച്ച് ലേഡീസ് പറയുന്നു, ആ എന്തൊരു ഭംഗിയ നിന്നെ കാണാനെന്ന് പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ചിരിച്ചു. അപ്പോഴേക്കും വേറെ കുറച്ച് മിഡിൽ ഏജിലായിട്ട് കുറച്ച് ലേഡീസ് അപ്പുറത്തേക്കുന്ന ഒരു ആൻ്റെ അടുത്തേക്ക് പറഞ്ഞു, എന്താടി നീയേ വല്ല മോഡലിങ്ങിന് പോവാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒരു തരം തമാശ. അപ്പോഴും ആ പെൺകുട്ടി ചിരിച്ചു. പിന്നെ അവളുടെ കുറച്ച് കൂട്ടുകാരികൾ ചിണ്ടായിരുന്നു, അവിടെ എത്തി. അപ്പോൾ അവർ ഇവളൊന്ന് വാരാന്ന് വിചാരിച്ച് അടുത്തത് ഇപ്പം അവർ പറഞ്ഞ അവളോട്, ആ നീ ഈ ഡ്രസ്സ് ഇട്ടിപ്പോൾ കാണാൻ ഇത്തിരി ഭംഗി തോന്നുന്നുണ്ട്. അപ്പൊ ഇത്തിരി ഭംഗി തോന്നുന്നു എന്ന് പറഞ്ഞ എന്താർത്ഥം? ഇത് ഇട്ടപ്പോൾ കാണാൻ ഭംഗി, അല്ലെങ്കിൽ നിന്റെ ഒരു വൃത്തിയില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ അങ്ങനെ ഒന്ന് വാരി. അപ്പൊ അവള് ചിരിച്ചു. എന്നാലും ഒരു ചെറിയ മ്ലാനത ഉണ്ടായി. കാരണം എന്താ? അവരൊന്ന് അവളെ ഒരു ഒന്ന് പറഞ്ഞു, ഒന്ന് കുത്തിയിട്ട് പറഞ്ഞു അല്ലേ? അപ്പൊ അങ്ങനെ ചിലവർ സംസാരിക്കും, കിളിയേക്ക് ചിരിപ്പിക്കുന്ന പോലെ ചിലവർ സംസാരിക്കും. അപ്പോൾ വ്യത്യസ്ത തരത്തിലൊക്കെ നമുക്ക് വാചകങ്ങൾ കൊണ്ട് ഒരാളോട് സംസാരിച്ച് വ്യത്യസ്ത വികാരങ്ങൾ ഒരാളെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതൊരു ഉദാഹരണമായിട്ട് എനിക്കൊരു അനുഭവം ഉണ്ടായി. അപ്പോൾ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. എനിക്ക് ജോസ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ആളുടെ ഫോൺ നമ്പറൊക്കെ എനിക്കറിയാം. അപ്പോൾ ഒരു അത്യാവശ്യത്തിന് വിളിച്ചോളാനായിട്ട് ജോസ് എന്നോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ ജോസിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം വിളിക്കുകയാണ്. ഇത് ജോസിൻ്റെ വീടല്ലേ എന്ന് ഞാൻ ചോദിച്ചു. ഉടനെ മറുപടി, അല്ല എൻ്റെ വീടാണ്.
ഇത് പറഞ്ഞത് എനിക്ക് സംശയം തെറ്റി വിളിച്ചൊന്നും നോക്കി ഇതാണ് നല്ല ഞാൻ നമ്പർ ജോസിന്റെ തെറ്റിയിട്ടൊന്നുമില്ല. ഇവിടെ എല്ലാം ചോദിക്കുന്നത്. അപ്പൊ അത് എടുത്ത് ജോസിന്റെ അതുകൊണ്ടാണ് അദ്ദേഹം അച്ഛനായിരുന്നു. ആൾക്ക് അല്പം അലോരസവും വിഷമവും ഉണ്ടായി. കാരണം ആള് ഒരു ബീഡിയൊക്കെ ആയിരുന്നു. അപ്പോ ആള് ലോണൊക്കെ 10-25 ലക്ഷം ലോണൊക്കെ എടുത്ത് പണിത വീടാണ്. അല്ല എൻ്റെ വീടാന്നുള്ള മറുപടി പറഞ്ഞു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ വാചകം പ്രയോഗിച്ചത് എൻ്റെ വചനം ശരിയായില്ല എന്ന് മനസ്സിലായി. കാരണം ഞാൻ ജോബി താമസിക്കുന്ന വീടല്ലേ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആൾക്ക് വിഷമം ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ നമ്മൾ സാധാരണ അങ്ങനെയാണ് ഉപയോഗിച്ചത്. ജോലി വീടല്ലേ എന്ന് വെച്ചാൽ ജോലി താമസിക്കുന്ന വീടല്ലേ നടത്തില്ലേ. പക്ഷെ അതിൽ ക്ലാരിറ്റി കുറവായിരുന്നു. അതുകൊണ്ട് അയാൾക്ക് വിഷമമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിൽ നമ്മൾ വാചകങ്ങൾ കൃത്യമായിട്ട് പ്രയോഗിക്കണം. അപ്പൊ അളന്നു മുറിച്ച് സംസാരിക്കുന്നവർക്ക് അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടുണ്ടോ. ഈ കക്ഷി ഒരു അളന്നു മുറിച്ച് സംസാരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ഇതിന് കഴിയും. ഒരാളെ സന്തോഷിപ്പിക്കാൻ ഇത് മതി, വാചകങ്ങൾ മതി. അതുപോലെ ഒരാളെ ദുഃഖിപ്പിക്കാൻ, കരയിപ്പിക്കാൻ വാചകങ്ങൾ മതി. ഒരാൾ ആശ്വസിപ്പിക്കുവാൻ ഈ വാചകങ്ങൾ മതി. ഒരാളിൽ വൈരാഗ്യമുണ്ടാകുവാൻ, ക്രോധമുണ്ടാകുവാൻ, അല്ലെങ്കിൽ ഒരാൾക്ക് പ്രണയമുണ്ടാകുവാൻ ഒക്കെ വാചകങ്ങൾ മതി. അപ്പോൾ വഴക്കുണ്ടാക്കുവാൻ വാചകങ്ങൾ മതി. അതുകൊണ്ട് തന്നെ വാചകങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ആ വാക്കുകളുടെ പ്രത്യേകത നമ്മൾ അറിഞ്ഞിരിക്കണം കൃത്യമായിട്ട്. ഇപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഒരു സംശയം പ്രകടിക്കുമ്പോൾ ആ സംശയമായിട്ട് തന്നെ തോന്നണം മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ തെറ്റാനുള്ള സാധ്യതയുണ്ട്. അല്ല ആകാശവാണിയിൽ പണ്ട് കാലാവസ്ഥ പറയും. എങ്ങനെയാ ആകാശവാണി കാലാവസ്ഥ പറയുക? നാളെ രാവിലെ മുതൽ മഴ പെയ്യുവാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അങ്ങനെ ഒരു വായിച്ച ക്ലാരിറ്റി ഇല്ലേ? കേൾക്കുന്നവർക്ക് എന്തെങ്കിലും ഡിസിഷൻ എടുക്കാൻ പറ്റും. നാളെ വീട്ടിൽ ഒരു പന്തലിടണം, അത് തുണിപ്പന്തലിടണോ, അതെ മറ്റേ ടോർപോളിൻ്റെ പന്തലിടണോ നിശ്ചയിക്കണമെങ്കിൽ നാളെ ഉറപ്പായിട്ട് മഴ പെയ്യോ എന്നാൽ തിരിച്ചറിയണം. അല്ലെ, മഴ പെയ്യുകയോ പെയ്യാതിരിക്കുകയോ ചെയ്യുന്ന വെച്ചാൽ എന്താണെന്ന് സംഭവിക്കാൻ പറ്റില്ല. എന്ത് തീരുമാനം എടുക്കാൻ പറ്റൂ? ഇല്ല. കാരണം നമ്മൾ മഴ പെയ്യില്ല എന്ന് ഉറപ്പായിട്ട് വിചാരിച്ചിട്ട് തുണിപ്പന്തലിട്ട ചില മഴ പെയ്ത് എന്ത് ചെയ്യും? അപ്പോൾ കൃത്യമായിട്ട് തീരുമാനം എടുക്കാനായിട്ട് ഇങ്ങനെ ക്ലാരിറ്റി ഇല്ലാണ്ട് സംസാരിച്ചാൽ പറ്റില്ല. ക്ലാരിറ്റി ഇല്ലാണ്ട് സംസാരിക്കാൻ ചിലപ്പോൾ നമ്മുടെ ചില സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യത്തിൽ ആകാശവാണിയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ആകാശവാണി ഇങ്ങനെ പറയുന്നത്. കാരണം എന്താ, ഉറപ്പായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് അതുപോലെ സംഭവിച്ചില്ലേ, നാളെ കേസിന് കൊടുത്തു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരില്ലേ? അതാണ് അതിൻ്റെ കാരണം. നമുക്ക് ചില സന്ദർഭത്തിൽ അങ്ങനെ പ്രയോഗിക്കാം, കാരണം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി ഉപയോഗിക്കാം. എങ്കിലും ക്ലാരിറ്റിയോട് സംസാരിച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ട് ഉണ്ടാവും. ഒരു സംശയമുള്ള കാര്യം ആ സംശയം പ്രകടമാകുന്ന തരത്തിലായിരിക്കും നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാവും. എനിക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരിക്കൽ എൻ്റെ ഒരു ഫ്രണ്ട് മറ്റേത് നിൽക്കാറുണ്ട്, കൂട്ടുകാരനെ സംസാരിച്ചിരിക്കായിരുന്നു. കുട്ടി അകത്തേക്ക് ഓടിപ്പോയി അവൻ്റെ അടുത്തുനിന്ന്, ഒരു 3-4 വയസ്സുള്ള കുട്ടി. അപ്പം അമ്മ അടുക്കളയിൽ പണിയെടുക്കാറുണ്ട്. കുറച്ച് നേരത്തെ പുറത്തേക്ക് വന്നിട്ട് ചോദിച്ചാൽ അച്ഛ എവിടെ ചേട്ടാ ഇവിടെ മോൻ ചോദിച്ചാൽ അകത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അകത്തുണ്ട് എന്ന് വെച്ചിട്ട് ഇത് ഈ എൻ്റെ കൂട്ടുകാരൻ്റെ ഫ്രണ്ട് അടുക്കളയിൽ പോയിട്ട് എന്തോ കയറി കാച്ച എന്തായിരുന്നു, ഒരു 2-3 മിനിറ്റ് വൈകി മുറിയിൽ എന്തോ കുട്ടീനെ കാണില്ല. അപ്പോൾ കുട്ടിയൊരു അപകടത്തിൽപ്പെട്ടു. അപ്പോൾ 2-3 മിനിറ്റിൻ്റെ ഒരു താമസം. എന്താണ് അതിന് കാരണം? അപ്പോൾ നമ്മളെന്താ വെച്ചാൽ മുറിയിലുണ്ട് എന്ന് പറഞ്ഞതാണ്. ആ മുറിയിലുണ്ട് എന്ന് തോന്നണു, മുറിയിലുണ്ടെന്ന് സംശയമുണ്ട് എന്ന് പറഞ്ഞാൽ അമ്മ ഒന്നുകൂടി നോക്കിയിട്ടേ കറി കാച്ചാൻ പോവുള്ളൂ. ആ കുട്ടി വലിയൊരു അപകടത്തിൽ പെടുകയുണ്ടായി. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ സംശയമാണെങ്കിൽ സംശയം പ്രകടിപ്പിക്കുന്ന തരത്തിൽ തന്നെ പറയണം. ആ മുറിയിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ മുറിയിലുണ്ടെന്ന് തോന്നണു എന്നൊക്കെയാണ്. ആ മുറിയിൽ ഉറപ്പില്ലെങ്കിൽ അങ്ങനെ പറയാൻ പാടൂ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഈ വാചകങ്ങൾ ഈ വാക്കുകൾ
ഈ ബിയുടെ രൂപങ്ങൾ നമ്മൾ പഠിച്ചില്ലേ, ബിയുടെ വ്യത്യസ്ത മോഡൽ വെർബ്സ് സഹായക്കുറിയായിട്ട് ഉപയോഗിക്കുമ്പോൾ അപ്പോൾ നമുക്ക് എന്തുണ്ടാവും വെച്ചാൽ പലതരം അർത്ഥങ്ങൾ സിദ്ധിക്കുന്ന മനസ്സിലായില്ലേ. മേ ഗോ പോകാം, ഉറപ്പില്ല. വിൽ ഗോ പോകും, ഉറപ്പ് അല്ലേ. പോകണം നിർബന്ധം. അപ്പോൾ ഇതിങ്ങനെ ഈ അർത്ഥവ്യത്യാസങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് നമ്മൾ പോകണം. എന്നാലാണ് ഇത് നമുക്ക് മനസ്സിലാകുള്ളൂ. അതിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞെന്ന് മാത്രം നമുക്ക് ഓരോ വാക്കുകളായിട്ട് നമുക്ക് ഇനി പഠിക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നത് ലുക്ക്, അപ്പിയർ, സീം എന്ന 3 വാക്കെടുക്കുക. അതിന് പറയുന്നത് ലുക്ക് കാണപ്പെടുക, അല്ലെങ്കിൽ തോന്നുക എന്നൊക്കെ അർത്ഥം. അപ്പിയറും അത് തന്നെ, കാണപ്പെടുക, തോന്നുക എന്നാണ് അർത്ഥം. സീമും അത് തന്നെയാണ് അർത്ഥം, കാണപ്പെടുക, തോന്നുക എന്നൊക്കെ പറയാം അതിൻ്റെ അർത്ഥം. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരാൾ അവൾ രജനി സുന്ദരിയാണ് എന്ന് പറയാൻ ചോദിക്കുക. എൻ്റെ അർത്ഥം എന്താ? ആ രജനി സുന്ദരിയാണെന്നുള്ള സത്യമാണ്, ഉറപ്പാണ്. അപ്പോഴാണ് നമ്മളങ്ങനെ പറയുക. അപ്പോൾ നമുക്ക് ശരിക്കത് അപ്പോൾ ഒരു പ്രത്യേക സമയത്ത് അങ്ങനെ ഭംഗിയുള്ള തോന്നുകയാണെങ്കിൽ, ഉറപ്പില്ല എങ്കിൽ നമ്മൾ പറയും അത് ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു എന്ന് പറയും അല്ലേ. ഉറപ്പില്ലെങ്കിൽ ഒരാൾ നമ്മൾ പറയണം വേഷമൊക്കെ വളരെ മോശമായിട്ടൊരു വരുന്നു, അപ്പോൾ അയാൾ എന്താണെന്ന് നമുക്കറിയില്ല. കണ്ടാൽ ഒരു യാചകന്റെ പോലെ ഉണ്ട്. ചിലപ്പോൾ അയാൾ വലിയ ആളാണെന്ന് നമുക്ക് ഉറപ്പില്ല. അപ്പം എങ്ങനെ പറയുന്നത് നമ്മൾ അയാൾ രാജകനെ പോലെ കാണപ്പെടുന്നു, ഉറപ്പില്ല അങ്ങനെ പറയാൻ പാടൂ. കാരണം എന്താ, പല വൈഷമ്യങ്ങളിൽ ചെന്ന് ചാടുന്ന കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് ഇല്ലേ. ഉറപ്പില്ലെങ്കിൽ ഉറപ്പില്ലാത്ത പോലെ സംസാരിക്കാൻ പാടുള്ളൂ. അപ്പം അങ്ങനെ തോന്നുന്നു എന്നാ പറയാൻ പാടുള്ളൂ. ഒരാൾ മദ്യപിച്ചുള്ള പോലെ സംസാരിക്കുകയും നടക്കുകയും ചെയ്യുന്ന നമ്മളെന്ത് പറയാ? നമുക്ക് മദ്യപിച്ചുള്ള ഉറപ്പില്ല എങ്ങനെ പറയാൻ പാടുള്ളൂ. അയാൾ ഒരു മദ്യപനെ പോലെ തോന്നുന്നു, അയാൾ മദ്യപനാണെന്ന് നമ്മൾ പറയാൻ പാടില്ല. എന്താ കാരണം? ഞാൻ എനിക്ക് ഒരു അനുഭവമൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ, വഴക്കുണ്ടായ കഥയൊക്കെ. അപ്പോൾ അതിന് കൃത്യമായിട്ട് സംസാരിക്കുന്നതിന് ഇത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അപ്പോൾ രജനി ഒരു പ്രത്യേക ഡ്രസ്സിന് ഭംഗിയുള്ളതായി തോന്നുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാൻ പാടില്ല. അത് അപ്പോൾ ആക്ച്വലി ഭംഗിയുള്ളതാണോ നമുക്ക് ഉറപ്പില്ല. ആൾ ശരിക്കും ഭംഗിയുള്ളതാണോ എന്ന കാര്യത്തിലൊക്കെ ഉറപ്പില്ല. എന്നാലും ഇത് ഡ്രസ്സിട്ടൊക്കെ ഭംഗി തോന്നുന്നു നമ്മളങ്ങനെ പറയണം രജനി ലുക്സ് ബ്യൂട്ടിഫുൾ, നന്നായി കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഭംഗിയുള്ളതായി തോന്നുന്നു. അങ്ങനെയാണ് നമ്മൾ പറയുക അല്ലേ. അതിൻ്റെ ഇംഗ്ലീഷ് അതുപോലെ തന്നെ. അല്ലെങ്കിൽ അതിന് ഏതെങ്കിലും വാക്ക് വയ്ക്കാം. ഇതിൽ ലുക്സ് വയ്ക്കാം, അപ്പിയർ വയ്ക്കാം, സീംസ് വയ്ക്കാം. ഏകദേശം ഒരേ അർത്ഥം തന്നെയാണുള്ളത്. രജനി ലുക്സ് അല്ലെങ്കിൽ അപ്പിയേഴ്സ് അല്ലെങ്കിൽ സീംസ് ബ്യൂട്ടിഫുൾ. അതിൻ്റെ അർത്ഥം രജനി സൗന്ദര്യമുള്ളവളായി കാണപ്പെടുന്നു, അത് സൗന്ദര്യമുള്ളതായി കാണപ്പെടുന്നു. അത് രണ്ടർത്ഥത്തിലെടുക്കാം. പക്ഷെ ഇവിടെ അവളായി എന്നുള്ളതിന് ഇംഗ്ലീഷ് കാണില്ല. ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ രജനി എന്തർത്ഥം? ആ സ്ത്രീയുടെ പേര്. ലുക്സ് കാണപ്പെടുന്നു, പിന്നെ എന്താ എഴുതിയിരിക്കണം? ബ്യൂട്ടിഫുൾ, ഭംഗിയുള്ള പ്ലസ് അവൾ ആയി. ആ അവളായി എന്നുള്ളത് നമ്മൾ എഴുതണമെന്നില്ല. നമ്മൾ മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ അത് കൂട്ടിയെടുക്കണം എന്ന് മാത്രം. അപ്പോൾ രജനി സൗന്ദര്യമുള്ളവളായി കാണപ്പെടുന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷ് ആക്കി മതി? രജനി ഫസ്റ്റ് സബ്ജക്റ്റ് ആണല്ലോ, അതാ എഴുതുക. കാണപ്പെടുന്നു എന്നുള്ളത് ബിക്ക് തുല്യമായ ക്രിയ. അത് രജനി കാണപ്പെടുന്നു, അല്ലെങ്കിൽ ഏത് വെച്ചാലും ഒരർത്ഥം തന്നെയാണ്. പിന്നെ ഭംഗിയുള്ളവളായി എന്നുള്ളതിന് പകരം ഭംഗിയുള്ള എന്ന് എഴുതിയുണ്ട്. ഇംഗ്ലീഷ് അത്രേ പറയുള്ളൂ. പക്ഷെ മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ ഭംഗിയുള്ളതായി എന്നർത്ഥം എടുക്കണം. മനസ്സിലായ? ഇതാണ് ഇതിൻ്റെ അർത്ഥം. ക്ലിയർ ആയല്ലോ? ഇത് കുറേ ഇതുപോലത്തെ എഴുതി പഠിച്ചാൽ മതി. ആ പൂവ് മണമുള്ളതായി അല്ലെങ്കിൽ ചുവന്നതായി കാണപ്പെടുന്നു. അതിന് ദ ഫ്ലവർ ലുക്സ് റെഡ്. കുറച്ച് വാക്യങ്ങൾ നിങ്ങൾക്ക് പിന്നെ എഴുതാൻ തരാം. അതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ എഴുതി പഠിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് എന്ത്, രജനി ഒരു ടീച്ചറായി കാണപ്പെടുന്നു എന്ന ഒരു വാചകം എടുക്കുക. അപ്പോൾ ടീച്ചറാണ് എന്ന് നമുക്ക് ഉറപ്പില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ടീച്ചറായി കാണപ്പെടുന്നു, ടീച്ചറിനെ പോലെ തോന്നുന്നു എന്നർത്ഥം. അപ്പോൾ അതെങ്ങനെ ഇംഗ്ലീഷിലാക്കും?
അപ്പൊ നമുക്കറിയാം രജനി കാണപ്പെടുന്നു ടീച്ചർ എന്ന് എഴുതിയാൽ മതി. ടീച്ചറായി എന്നുള്ളതിനുള്ളതെന്ന് വെക്കണമെന്നില്ല ഇംഗ്ലീഷിൽ. മനസ്സിലായ? രജനി കാണപ്പെടുന്നു കഴിഞ്ഞാൽ എ ടീച്ചർ എന്ന് എഴുതിയാൽ മതി. രജനി അപ്പിയേഴ്സ് എ ടീച്ചർ. ഇനിയിപ്പോൾ ഒരു ആയി എന്ന അർത്ഥത്തിൽ ടു ബി ചേർത്താലും കുഴപ്പമില്ല. രജനി അപ്പിയേഴ്സ് ടീച്ചറിനോ രജനി സീംസ് എ ടീച്ചറിനോ എഴുതാം. അപ്പോൾ ഒരു ടീച്ചറായി കാണപ്പെടുന്നു, രണ്ടിൻ്റെയും അർത്ഥം കാണപ്പെടുന്നു എന്നാണ്. രജനി കാണപ്പെടുന്നു ഒരു ടീച്ചർ എങ്ങനെ എഴുതിയാൽ അങ്ങനെയാണ് അതിൻ്റെ തർജ്ജമ വരിക. പക്ഷെ നമ്മൾ മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ എങ്ങനെ അർത്ഥം എടുക്കണം? രജനി ഒരു ടീച്ചറായി കാണപ്പെടുന്നു. ആ ടീച്ചർ എന്ന് എഴുതുന്നുള്ളൂ, ടീച്ചർ ആയി എന്നുള്ളത് എഴുതുന്നില്ല. പക്ഷെ അങ്ങനെ എടുക്കണം. ആ ടു ബി വെച്ചാൽ ഒന്നുകൂടി ക്ലിയറായി എന്ന് മാത്രം. അത് ടു ബി ഇല്ല, ടു ബി എന്ന് വെച്ചാൽ ആയി എന്ന അർത്ഥത്തിലാണ് അത് വെച്ചിട്ടുള്ളത്. ഇല്ലെങ്കിലും കുഴപ്പമില്ല, ടീച്ചറായി തന്നെ അർത്ഥം എടുക്കണം. ഇപ്പൊ രാജൻ ഒരു ജെന്റിൽമാനായി കാണപ്പെടുന്നു. രാജൻ ഒരു മാന്യനായി കാണപ്പെടുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെ വരിക? രാജൻ അപ്പിയേഴ്സ് മാന്യൻ എന്ന് പറഞ്ഞ അപ്പിയേഴ്സ് കഴിഞ്ഞൊരു മാന്യനായി എന്നുള്ളതിനും മാന്യനായി എന്ന് ഇംഗ്ലീഷ് എഴുതില്ല. പകരം ജെന്റിൽമാൻ, മാന്യൻ എന്നതിന് തുല്യമായി ഇംഗ്ലീഷ് എഴുതുള്ളൂ ജെന്റിൽമാൻ. പക്ഷെ മലയാളത്തിൽ അർത്ഥം എടുക്കുമ്പോൾ മാന്യനായി എന്ന് നമ്മൾ അർത്ഥം എടുക്കണം. അപ്പോ രാജൻ അപ്പിയേഴ്സ്, അപ്പം എങ്ങനെ എഴുതാം? രാജൻ അപ്പിയേഴ്സ് എ ജെന്റിൽമാൻ. രാജൻ, പിന്നെ ഇതിൽ അപ്പിയേഴ്സ് എ ജെന്റിൽ മാൻ. അപ്പിയേഴ്സ് എഴുതാം, അല്ലെങ്കിൽ സീംസ് എഴുതാം. രാജൻ അപ്പിയേഴ്സ് എ ജെന്റിൽമാൻ എന്ന് പറഞ്ഞാൽ രാജൻ ഒരു ജെന്റിൽമാനായി കാണപ്പെടുന്നു. മറ്റ് കുറച്ച് വാക്കുകൾ നമുക്ക് എഴുതി നോക്കാം. നമുക്ക് വേറെ 3 വാക്കുകളെ കുറിച്ച് നോക്കാം. അതായത് സൗണ്ട്, സ്മെല്ല്, ടേസ്റ്റ്. ഈ സൗണ്ട് എന്ന് വെച്ചാൽ നമ്മൾ ശബ്ദം ഉണ്ടാകുമ്പോൾ നമുക്ക് തോന്നില്ലേ, എന്തെങ്കിലും ശബ്ദം കേട്ടോ, അതിപ്പോ ഇന്ന ആളാണ് തോന്നുന്നു, അങ്ങനെ പറയില്ലേ? വണ്ടിയിൽ ശബ്ദം കേട്ടു, അത് ബൈക്കാണെന്ന് തോന്നുന്നു, കേൾക്കുമ്പോൾ തോന്നില്ലേ? കേൾക്കുമ്പോൾ തോന്നുന്നതിനെ നമ്മൾ ഉപയോഗിക്കുക സൗണ്ട്സ് എന്നാണ്. ഇനി ചില സമയത്ത് നമുക്ക് ഇങ്ങനെ മണം കേട്ട് എന്താ അവിടെ ഈ കത്തുന്നതായി തോന്നുന്നു ഇല്ലേ? വല്ല നമുക്ക് അടുത്ത വീട്ടിലൊക്കെ നമ്മൾ ചപ്പ് ചവറ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ അതിന് പ്രത്യേക സ്മെല്ല്, അവിടെ എന്തോ പൊട്ട മണം വരുന്നതായിട്ട് തോന്നുന്നു, അങ്ങനെ പറയില്ലേ? നമ്മൾ ബാഡ് സ്മെല്ല് തോന്നുന്നു, അങ്ങനെ പറയില്ലല്ലോ. ദുർഗന്ധം തോന്നുന്നു, അങ്ങനെ പറയില്ലേ? അപ്പം നമുക്ക് മനസ്സ് നോക്കുമ്പോൾ തോന്നുന്നതിനെ പറയുന്നത് സ്മെല്ല് എന്ന് പറയുക. അത് നമ്മൾ രുചിക്ക് നോക്കുമ്പോൾ തോന്നുന്നതിനെ പറയുക ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ തോന്നുന്നു. ആ തോന്നലിന് നമ്മൾ ടേസ്റ്റ് ചെയ്യുന്ന പറയുക കേട്ടോ. അപ്പോൾ അത് നോക്കാം. പാത്രം ഒഴിഞ്ഞിട്ടുള്ളതായി തോന്നുന്നു. ഇപ്പോൾ നമ്മളൊരു പാത്രം വെറുതെ തട്ടി ശബ്ദം കേൾക്കുമ്പോൾ അറിയാതെ ഒഴിഞ്ഞതാണെന്ന് അറിയാം അല്ലേ? അപ്പോൾ നമുക്ക് തോന്നുമ്പോൾ ആ ശബ്ദം കൊണ്ട് തോന്നുമ്പോൾ നമ്മൾ പറയും സൗണ്ട്സ് എന്ന്. പാത്രം ഒഴിഞ്ഞിട്ടുള്ളതായി തോന്നുന്നു, ആ പാത്രം ശബ്ദം കൊണ്ട് ഒഴിഞ്ഞിട്ടുള്ളതായി തോന്നുന്നു എന്ന അർത്ഥത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ പോട്ട് സൗണ്ട്സ് എംപ്റ്റി. ദ പോട്ട് സൗണ്ട്സ് എംപ്റ്റി. ശബ്ദം നോക്കാനും തിന്ന് നമുക്ക് തോന്നുന്നത് അത് എംപ്റ്റി ആണെന്ന് അർത്ഥം. ഇവിടെ നോക്കാൻ ചില സൗണ്ട്സ് എംപ്റ്റി. ഇവിടെ സൗണ്ട്സ് എംപ്റ്റി എന്നാ പറഞ്ഞത്. എംപ്റ്റി ഒഴിഞ്ഞിട്ടുള്ള. ഇപ്പോൾ ഒഴിഞ്ഞിട്ടുള്ളതായി എന്നുണ്ട് എഴുതിയിട്ടുണ്ടെങ്കിലും നമ്മൾ സൗണ്ട്സ് കഴിഞ്ഞിട്ട് എന്താ ഒഴിഞ്ഞിട്ടുള്ള എന്നുള്ളത് വെച്ചാൽ മതി. ഒഴിഞ്ഞിട്ടുള്ളതായി എന്നാണ് അപ്പോൾ ഇംഗ്ലീഷിലെ അർത്ഥം. അതിൻ്റെ ഇങ്ങനെ എഴുതി തന്നെ ഇതിൻ്റെ അർത്ഥമായി. അപ്പം അതിൻ്റെ ഇംഗ്ലീഷിൽ ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണ് എടുക്കുക. മലയാളത്തിൽ എടുക്കുമ്പോൾ ആയി എന്നുള്ളതിന് ഇങ്ങനെ അവർ എഴുതുള്ളൂ. എന്നാലും ആയിയുടെ അർത്ഥം അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. ആ പൂവ് സുഗന്ധമുള്ളതായി തോന്നുന്നു. അപ്പം എങ്ങനെ എഴുതിയാൽ മതി? ആ പൂവ് തോന്നുന്നു സുഗന്ധമുള്ള എന്ന് എഴുതിയാൽ മതി. നമ്മൾ മുൻപ് പഠിച്ച പോലെ തന്നെ. അപ്പോൾ ദ ഫ്ലവർ സ്മെൽസ് എങ്ങനെ എഴുതിയാൽ മതി? അരോമാറ്റിക്, സുഗന്ധമുള്ള എന്ന് എഴുതിയാൽ മതി. അതുപോലെ കേക്ക് മധുരമുള്ളതുമായി രുചിക്കുമ്പോൾ തോന്നുന്നു. രുചിക്ക് നോക്കുമ്പോൾ തോന്നുകയാണെങ്കിൽ നമ്മൾ ടേസ്റ്റ് എന്ന് എഴുതിയാൽ മതി. അപ്പോൾ കേക്ക് രുചിമുള്ളതായി തോന്നുന്നു, ഇങ്ങനെ എഴുതുക. കേക്ക് ടേസ്റ്റ് തോന്നുന്നു, അതായത് രുചിക്കുമ്പോൾ തോന്നുന്നു. മധുരമുള്ള, അവിടെ മധുരമുള്ളതായതിൽ ആയി വേണ്ടെന്ന് നമുക്ക് പറഞ്ഞു ഇല്ലേ? അങ്ങനെ എഴുതിയാൽ മതി. സ്വീറ്റിന് എഴുതിയാൽ
ഇതിൻ്റെ അർത്ഥം മലയാളത്തിൽ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കാം നമ്മൾ? ഇത് കേക്ക് മധുരമുള്ളതായി തോന്നുന്നു എടുക്കണം. പക്ഷെ അപ്പോൾ ഇംഗ്ലീഷിൽ എടുക്കുമ്പോൾ ദായിയുടെ സ്ഥാനത്ത് അവരൊന്നും ചേർക്കില്ലെങ്കിലും അതാക്കാണ്ട് എഴുതിയാൽ തന്നെ നമ്മൾ മലയാളത്തിൽ പറയുന്ന ആയിയുടെ അർത്ഥം അതിൽ പെട്ടു എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇത് മനസ്സിലായില്ലോ. ഇനി ഒന്ന് രണ്ടെണ്ണം കൂടി വരണല്ലോ, റിമെയിൻ സൈലൻറ്റും അതൊന്നും നോക്കാം നമുക്ക്. ഇനി നമുക്ക് രണ്ട് വാക്കുകൾ കൊണ്ട് നോക്കാം. ഈ റിമെയിൻ ആൻഡ് സ്റ്റേ, അതിൻ്റെ നിലകൊള്ളുക എന്നർത്ഥം. അപ്പോൾ വേലക്കാരൻ വിശ്വാസമുള്ളവനാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് അത് നമുക്ക് ആ ഒരു അർത്ഥം തന്നെയാണ്. വേലക്കാരൻ വിശ്വസ്തനായി നിലകൊണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, വേലക്കാരൻ വിശ്വാസമുള്ളവനായിരുന്നു എന്ന് പറയുന്ന പോലെ തന്നെയാണത് വേലക്കാരൻ വിശ്വാസമുള്ളവനായി നിലകൊണ്ടു എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരർത്ഥമാണ്. അപ്പോൾ അതായത് നിലകൊള്ളുക എന്നുള്ള ഏകദേശം അർത്ഥം ഈ നമ്മുടെ ബിയുടെ ഒരു ഫോമിൻ്റെ അർത്ഥം തന്നെയാണ് ഉള്ളതെന്ന് മനസ്സിലായല്ലോ. അതെങ്ങനെയാണ് ഇംഗ്ലീഷിലാക്കുക എന്ന് നോക്കാം. ഇങ്ങനെയാണ് ഇംഗ്ലീഷ്. വേലക്കാരൻ വിശ്വാസമുള്ള നിലകൊണ്ടു എന്ന് വെച്ചാൽ വേലക്കാരൻ സബ്ജക്റ്റ്, പിന്നെ നിലകൊണ്ടു എന്നുള്ളതിന് ഇംഗ്ലീഷ്, അത് കഴിഞ്ഞാൽ വിശ്വാസമുള്ള. അതിൻ്റെ രൂപം തന്നെയാണ് ഈ ബിയുടെ ഫോം തന്നെയാണ് വേലക്കാരൻ. അപ്പോൾ സെർവൻറ്റ് നിലകൊണ്ടു, റിമൈൻഡ് ഫെയ്ത്ത്ഫുൾ, അതിന് സ്റ്റേയ്ഡ് ഫെയ്ത്ത്ഫുൾ എന്നും എഴുതാം. റിമൈൻഡ് ഓർ സ്റ്റേയുടെ പാസ്റ്റ് ടെൻസ് സ്റ്റേയ്ഡ്, അപ്പോൾ പെയ്ഡ് എന്നും എഴുതാം. പിന്നെ ഇവിടെ നോക്കുക, വിശ്വാസമുള്ളവനായി എന്നുള്ളതിന് വിശ്വാസമുള്ള എന്ന് എഴുതിയാൽ മതി. അവനായിന്ന് ഉള്ളതിന് എന്ത് വേണ്ട, ആയി എന്നുള്ളതിന് വിശ്വാസമുള്ള കഴിഞ്ഞാൽ അവനായി എന്നുള്ളതൊന്നും വേണ്ട. വെറുതെ നമ്മളിത് എങ്ങനെ എഴുതിയാൽ വിശ്വാസമുള്ളവനായി എന്നർത്ഥം ശുദ്ധിക്കും. മനസ്സിലായ? ഇത്ര എഴുതിയാൽ മതി. അതിന് ഇതിൻ്റെ തർജ്ജമയായിട്ട് വിശ്വാസമുള്ളവനായി തർജ്ജമയായിട്ട് വിശ്വാസമുള്ള എന്ന് എഴുതിയാൽ മതി. ലേഡിയാണെങ്കിൽ വിശ്വാസമുള്ളവൾ എന്നർത്ഥെടുത്തോളും, പുരുഷനാണെങ്കിൽ വിശ്വാസമുള്ളവനായി എന്നർത്ഥെടുത്തോളും. മനസ്സിലായ? അത് രണ്ടും അല്ലെങ്കിൽ വിശ്വാസമുള്ളതായി എന്നർത്ഥം എടുത്തുകൊള്ളൂ. ഓക്കെ, ഒരു ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു വിധമൊക്കെ നമ്മൾ നോക്കി. എന്തായാലും നമുക്ക് ക്ലാസ് അല്പം നീണ്ടുപോയി. നമുക്ക് ഇതൊക്കെ ഒന്ന് ക്രോഡീകരിച്ച് അടുത്ത ക്ലാസ്സിൽ നിന്ന് ഒന്നും കൂടിയും ഒന്ന് ചുരുക്കിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ബിയുടെ ഘടന നമുക്ക് ഒരു ഐഡിയ കിട്ടി. അതുപോലെ ബിക്ക് തുല്യമായ കുറച്ച് ക്രിയകളുണ്ട്. അത് ഒരുപാട് ക്രിയയിൽ 10-25 താഴെ കാണുള്ളൂ. ആ ക്രിയകളുടെയും ബിയുടെയും ഉൾപ്പെടെയുള്ള ഘടനയെക്കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? സാധാരണ വരുന്ന പോലെ സബ്ജക്റ്റ് എഴുതുക, പിന്നെ വെർബ് ബിയോ ബിക്ക് തുല്യമായോ വെർബ് എഴുതുക. അതിനുശേഷം ചില ഭൂരിഭാഗത്തിൻ്റെ കൂടെ അഡ്ജക്റ്റീവും നൗണും ഉപയോഗിക്കാം. അഡ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അഡ്ജക്റ്റീവ് ഫ്രേസും ആവാം. അതുപോലെ നമ്മൾ നൗൺ എന്ന് വെച്ചാൽ നൗണോ ഫ്രേസും ആകാം എന്നതാണ് ഘടന എന്ന് നമുക്ക് മനസ്സിലായല്ലോ. നമുക്ക് ഒന്നുകൂടി ഇതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണത്തോടു കൂടി കുറച്ച് സംശയങ്ങളൊക്കെ ഇതിൽ വരാണ്ട്. അപ്പോൾ അത്തരം സംശയങ്ങളെക്കുറിച്ചും ഒന്ന് വിശദമായിട്ട് നമുക്ക് ഒന്ന് നോക്കിയതിന് ശേഷം നമുക്ക് ഈ ക്ലാസ് നമുക്ക് 4ാമത്തെ പഠനം അവസാനിപ്പിക്കാമെന്ന്. എന്തായാലും ഇപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ഇവിടെ നന്ദി, നമസ്കാരം, ബൈ.